സന്തോഷ് യച്ചിഗാനം എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ബിരിയാണി എന്ന് പറയുന്ന ഒരു ചെറുകഥയുണ്ട്. വളരെ വിമർശനങ്ങൾക്കും നിരൂപണങ്ങൾക്കൊക്കെ പാത്രമായിട്ടുള്ള ചെറുകഥയാണ്, ഒരു കൊച്ചുകഥ. കേരളത്തിലെ ഒരു കലന്തർ ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു അല്പം ധനവാൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ്റെ കല്യാണത്തിന് സഹായിക്കാനായിട്ട് വരുന്ന ഒരു ഗോപാൽ കൃഷ്ണ യാദവ് എന്ന് പറയുന്ന ഒരു ഉത്തരേന്ത്യക്കാരൻ. അദ്ദേഹത്തിന് അവിടെ കല്യാണ വീട്ടിലെ കൊച്ചു സഹായങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നു, സഹായിക്കുന്നു. അതാണ് ഈ ഗോപാലകൃഷ്ണ യാദവിൻ്റെ ജോലി എന്ന് പറയുന്നത്. കലന്തർ ഹാജിയുടെ വീട്ടിൽ ആ വിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഭക്ഷണം ബാക്കി വരുന്നു. ആ ബാക്കി വരുന്ന ഭക്ഷണം ഒരു വലിയ കുഴിയുണ്ടാക്കി അതിൽ കുഴിച്ചിടുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ജോലിയാണ് ഈ ഉത്തരേന്ത്യക്കാരന് കിട്ടുന്നത്. അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വകാലത്തിലേക്ക് സ്വന്തം നാടിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ വളരെ ദാരിദ്ര്യമായിട്ടുള്ള ഒരവസ്ഥയിൽ ഭക്ഷിക്കാൻ പോലും വളരെ കഷ്ടപ്പെടുന്നൊരവസ്ഥ. അപ്പം അന്ന് ഈ ബിരിയാണി കലന്തർ ഹാജിയുടെ വീട്ടിലുണ്ടാക്കുന്നത് ബസുമതി എന്ന് പറയുന്ന അരി കൊണ്ടാണ്. അപ്പോൾ ഈ ഗോപാലകൃഷ്ണ യാദവ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഈ ബസുമതി എന്ന് പറയുന്ന അരിക്ക് ഒത്തിരി കാശാണ്, വിലപിടിപ്പാണ്. അപ്പോൾ സ്വന്തം ഭാര്യയായിട്ടുള്ള മാതങ്കി എന്ന് പറയുന്ന സ്ത്രീ ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കടയിൽ ചെല്ലുമ്പോൾ ഇതാണ് ബസുമതി അരിയെന്നും ഇതിന് ഇത്രയും വിലയുണ്ടെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അത് വാങ്ങാനായിട്ട് കാശില്ലാത്തതുകൊണ്ട് വെറും 25 ഗ്രാം മാത്രം ഈ ഗോപാലകൃഷ്ണ യാദവ് വാങ്ങി മാതങ്കിക്ക് കൊടുക്കുന്നു. അവൾ തിരിച്ചു വരുന്ന വഴി വീട്ടിലേക്ക് അത് ഒരു പച്ച അരി ഇങ്ങനെ ചവച്ചരച്ചുകൊണ്ട് തിന്നു വരുന്നു എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗോപാലകൃഷ്ണ യാദവ് ഇതൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. പിന്നീട് ഇവർക്ക് ഒരു കൊച്ചുണ്ടാകുന്നു. ആ കൊച്ചിന് ഈ യാദവ് ഈ ബസുമതി എന്ന് പേരിടുന്നു. കാരണം അവരുടെ നാട്ടിൽ ഈ ബസുമതി എന്ന് പറയുന്ന അരി അത്ര വിലപിടിപ്പുള്ളതാണ്. പിന്നീട് ഈ പട്ടിണി വന്ന് ഈ ബസുമതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൾ മരിക്കുകയാണ്, വിശപ്പ് സഹിക്കാനാകാതെ. അപ്പോൾ വീണ്ടും ഈ കലന്തർ ഹാജിയുടെ വീട്ടിൽ നിന്നും ഈ ബാക്കി വന്ന ഈ ബസുമതി അരി, ബിരിയാണി ചോറ് വലിയ ഒരു കുഴി കുഴിച്ച് അതിലേക്ക് തള്ളിയിട്ട് ചവിട്ടി ഇറക്കുമ്പോൾ ഈ ഗോപാലകൃഷ്ണ യാദവിന് വരുന്ന വികാരം എന്ന് പറയുന്നത് സ്വന്തം മകളായിട്ടുള്ള ബസുമതിയെ ചവിട്ടി താഴ്ത്ത് ഇറക്കുന്നത് പോലെയാണ്. അത് വായിക്കുമ്പോൾ, ആ കഥയുടെ അവസാനം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണീർ വരും. കാരണം വിശപ്പിൻ്റെ കാഠിന്യം ഇത്രയേറെ വെളിപ്പെടുത്തിയ സമീപകാല ഏറ്റവും പ്രധാനപ്പെട്ട ചെറുകഥകളൊന്നാണ് ഈ ബിരിയാണി എന്ന് പറയുന്നത്. ഈ കോവിഡ് ലോക്ക്ഡൗൺ കാലം നമുക്ക് നൽകിയ ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് ഈ വിശപ്പിൻ്റെ നിലവിളിയാണ്, ദാരിദ്ര്യമാണ്. നമുക്കറിയാം, ഒത്തിരി പേർക്ക് ജോലി നഷ്ടപ്പെടുന്നു. പലരും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നുള്ളവരൊക്കെ സ്വന്തം നാടുകളിലേക്ക് പലായനം ചെയ്യുന്നു. അവർക്ക് യാത്രാ സൗകര്യമില്ലാതെ അവർ നടന്നു പോകുന്നു. ആ വഴിയിൽ പലരും തളർന്നു വീഴുന്നു. കുറേ പേരൊക്കെ ട്രെയിൻ കയറി മരിക്കുന്നു, സ്വന്തം ലക്ഷ്യത്തെത്താതെ മരിക്കുന്നു. ഈ ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത്, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ വളരെ കഠിനമായ കാലഘട്ടമാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചുറ്റുപാടിലുള്ള നമുക്ക് ആ ഒരു വിശപ്പിൻ്റെ ബുദ്ധിമുട്ടൊന്നും സത്യത്തിൽ അധികം അനുഭവിച്ചിട്ടില്ല. അത് നമ്മുടെ ഒരു കുടുംബ പശ്ചാത്തലത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഒക്കെ കാര്യത്തിൻ്റെ ഭാഗമായതുകൊണ്ടും കൂട്ടത്തിൽ നമുക്ക് എപ്പോഴും ഈ കിറ്റ് സൗകര്യങ്ങളൊക്കെ ഈ ഗവൺമെൻറ്റൊക്കെ ഒരുപാട് അനുഭവിച്ച് തന്നതുകൊണ്ടൊക്കെ വിശപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി പറയുന്നൊരു നിരീക്ഷണമുണ്ട്: നിങ്ങൾ ദാരിദ്ര്യത്തെക്കുറിച്ച് എത്രത്തോളം പഠിക്കുന്നു, എത്രത്തോളം കാണുന്നു, എത്രത്തോളം പ്രബന്ധം അവതരിപ്പിക്കുന്നു, അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. ദാരിദ്ര്യം എന്താണെന്നും വിശപ്പ് എന്താണെന്നും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നിങ്ങളത് അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ ആ ഒരു വിശപ്പിൻ്റെ നിലവിളി അല്ലെങ്കിൽ ആ വിശപ്പിൻ്റെ വേദനയോട് നിലവിളിയോടൊക്കെ ഒരു പോസിറ്റീവായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ കാലഘട്ടത്തിൻ്റെ ഇന്നിൻ്റെ ആവശ്യമാണ്. ഏതൊക്കെ സാഹചര്യത്തിലായാൽ പോലും ഒരു വിശക്കുന്നവനോടൊക്കെ ഒരു കരുണാപൂർവ്വം പെരുമാറുക, ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹപ്രകടനം നടത്തുക എന്നുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സദ്ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ ബേസിൽ പറയുന്നൊരു ചിന്തയാണ്. വിശുദ്ധ ബേസിൽ പറയുന്ന കാര്യം ഇതാണ്: നിങ്ങളുടെ മേശപ്പുറത്ത് അമിതമായിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ദരിദ്രർക്ക് അവകാശപ്പെട്ടതാണ്. നിങ്ങളുടെ അലമാരയിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന അമിതമായിട്ടുള്ള വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ പുറത്തു നിൽക്കുന്ന പാവപ്പെട്ടവന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ മറ്റൊരാൾക്കും കൂടി അവകാശപ്പെട്ടതാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നുള്ളൊരു ബോധത്തിലേക്കൊക്കെ വളരുവാൻ പറ്റുക വലിയ കാര്യമാണ്. ഞാൻ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം വേസ്റ്റ് ആക്കുമ്പോൾ അത് കിട്ടാതെ വിഷമിക്കുന്ന ഒത്തിരി പേര് പുറത്തുണ്ടെന്ന്, അല്ലെങ്കിൽ ഞാൻ അമിതമായിട്ട് വെള്ളമോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ, ദുർവ്യയം ചെയ്യുമ്പോൾ അതുപോലുമില്ലാതെ ഒരുപാട് പേര് ചുറ്റുമുണ്ടെന്നൊക്കെ ഒരു തിരിച്ചറിവുണ്ടാവുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കരുണയുടെ ഒരു സംസ്കാരം,
അല്ലെങ്കിൽ ഒരു ഭക്ഷണം കൊടുക്കുന്നവനെ വിശക്കുന്നവനെ ഊട്ടുന്ന ഒരു സംസ്കാരം നമ്മുടെയൊക്കെ ക്യാരക്ടറിൽ ഉണ്ടാക്കിയെടുക്കേണ്ട നല്ല ഗുണങ്ങളിൽ ഒന്നാണ്. നമുക്കറിയേണ്ട ഒരു കാര്യമാണ്, ലോകത്തുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഞാനും കൂടി ഉത്തരവാദിയാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവുക പ്രധാനപ്പെട്ടതാണ്. കാരമോസോ സഹോദരന്മാരെന്ന് പറയുന്ന ദസ്തയോവ്സ്കിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നോവലുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റിങ്ങുകളിൽ ഒന്നാണ് ഈ കാരമോസോ സഹോദരന്മാർ. അതിൽ ഫാദർ സോസിമാസ് എന്ന് പറയുന്ന ഒരു വൃദ്ധ പുരോഹിതൻ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ലോകത്ത് നടക്കുന്ന സകല അധർമ്മങ്ങൾക്കും അക്രമങ്ങൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും ഉത്തരവാദികളാണ്. ഒരു പുരോഹിതൻ എന്ന രീതിയിൽ ഞാൻ കുറേയും കൂടി കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവനാണ് എന്നാണ് ഈ പുരോഹിതൻ പറയുന്നത്. അപ്പോൾ ചുറ്റും നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാനും കൂടിയും ഉത്തരവാദിത്തപ്പെട്ടവനാണ് എന്നുള്ളൊരു അവബോധത്തിലേക്ക് ഉണരുക. കവി പറയുന്നത് പോലെ, ആരുടെ കാലിൽ തറയ്ക്കുന്ന മുള്ളും എൻ്റെ ആത്മാവിനെയാണ് കുത്തി നോവിപ്പിക്കുന്നത് എന്നുള്ളൊരു ചിന്തയിലേക്കൊക്കെ വളരാൻ പറ്റുക വലിയ കാര്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു മലയാള ചലച്ചിത്രമുണ്ട്. അതിൻ്റെ ചിത്രത്തിൻ്റെ ഏകദേശ കഥാതന്തു ഇങ്ങനെയാണ്. തുടക്കം തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു നായകൻ എന്നൊക്കെ വിളിക്കുന്ന ആൾ, നമ്മുടെയൊക്കെ ഒരു ഹീറോ എന്നൊക്കെ പറയുന്ന കഥാപാത്രം ഒരു പത്രം വായിക്കുന്നു. പത്രം വായിച്ച ഉടനെ തന്നെ ആത്മഹത്യ ചെയ്യുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. അതിൻ്റെ ആത്മഹത്യയുടെ പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുവാനായിട്ടുള്ള ശ്രമമാണ് പിന്നീട് ആ സിനിമ മുഴുവനും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അദ്ദേഹം ഒരു നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടിയെ സ്വന്തം പെങ്ങളെ പോലെ കരുതി സൂക്ഷിച്ചിരുന്നു, അല്ലെങ്കിൽ കരുതി ജീവിച്ചിരുന്നു. അവളാകട്ടെ അദ്ദേഹത്തിന് ഈ രാഗി ചരട് കെട്ടിക്കൊടുക്കുന്നു. അപ്പോൾ രാഗി കെട്ടിക്കൊടുക്കുമ്പോൾ ഒരു ആങ്ങളയുടെ ഉത്തരവാദിത്തമാണ് സ്വന്തം ജീവൻ കൊടുത്തു പോലും പെങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം എന്നൊക്കെയുള്ള ഉത്തരവാദിത്തം. എന്തിനു പറയുന്നു, ഇദ്ദേഹം ഈ രാവിലെ പത്രം വായിക്കുമ്പോൾ കണ്ട കാര്യമെന്ന് പറയുന്നത്, താൻ പെങ്ങളെപ്പോലെ കരുതിയിരുന്ന പരിഗണിച്ചിരുന്ന ആ പെൺകുട്ടി ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കലാപത്തിൽ കൊല്ലപ്പെടുകയാണ്. അവളെ ആരോ മാനഭംഗപ്പെടുത്തുന്നു, കൊല്ലുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച കാണുന്ന ഇദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാകുന്നു, ഒരു ആങ്ങള എന്ന രീതിയിൽ, ഒരു പുരുഷൻ എന്ന രീതിയിൽ എനിക്കിനി ജീവിക്കാനായിട്ട് അവകാശമില്ല. കാരണം അവളുടെ മരണത്തിന് ഞാനും കൂടി ഉത്തരവാദിയാണ്. ആ ഒരു തിരിച്ചറിവുണ്ടാകുന്നതോടു കൂടിയാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു എന്നൊക്കെ പറയുന്നത്. ചിന്ത ഇത്രയേ ഉള്ളൂ, മറ്റൊരാൾക്ക് വരുന്ന ഒരു ദുര്യോഗത്തിന്, ഒരു വിപത്തിന് ഞാൻ നേരിട്ടല്ലെങ്കിൽ പോലും എനിക്കും കൂടി ഉത്തരവാദിത്വമുണ്ട്. ഞാൻ അതിൽ നിന്നും ഒരു പരിധി വിട്ട് ഒഴിഞ്ഞു മാറാനായിട്ട് എനിക്ക് പറ്റില്ല. അത് പ്രത്യേകിച്ച് വിശപ്പിൻ്റെ നിലവിളിയുടെ കാര്യത്തിൽ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അഥവാ അവൻ്റെ വിശപ്പിന് ഉത്തരവാദി ഞാനും കൂടിയാണ് എന്നൊരു തിരിച്ചറിവുണ്ടാവുക. അപ്പോൾ ആ ഒരു തിരിച്ചറിവുണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ അടുത്ത്, പ്രത്യേകിച്ച് വിശക്കുന്നവരുടെ അടുത്ത് കുറച്ചും കൂടിയും സഹതാപത്തോടു കൂടിയും കരുണയോടു കൂടിയൊക്കെ പെരുമാറുവാനായിട്ട് നമുക്ക് പറ്റും. അതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്താണ്? എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഞാനൊരു കരുണയോടുകൂടി മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്നത്? അത് മറ്റൊരാളുടെ ആവശ്യം എന്നതിനേക്കാൾ ഉപരിയായിട്ട്, വിശക്കുന്നവൻ്റെ ആവശ്യമാണ് ഭക്ഷണം കൊടുക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് എൻ്റെയും കൂടിയും ഒരു ഉത്തരവാദിത്തമാണ് എന്നൊരു തിരിച്ചറിവുണ്ടാവുക. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് വീട്ടിലൊരു ശംഖു അമ്മാവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരല്പം കാഷായ വേഷമൊക്കെ ധരിച്ച്, കഴുത്തിലൊക്കെ ഇങ്ങനെ രുദ്രാക്ഷ മാലയൊക്കെ ധരിച്ച്, ഒരു ദീക്ഷയൊക്കെ വളർത്തി, ഇങ്ങനെ താടിയൊക്കെ വളർത്തി വരുന്നൊരു വ്യക്തി. അദ്ദേഹത്തെ ഞങ്ങൾ ശംഖു അമ്മാവൻ എന്നാണ് വിളിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ശംഖുണ്ട്. ഓരോ വീടിൻ്റെ മുമ്പിലെത്തുമ്പോഴും ഇദ്ദേഹം ഈ ശംഖു എടുത്ത് ഇങ്ങനെ ഊതാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് വീട്ടുകാർക്ക് മനസ്സിലാവുക ഇദ്ദേഹം വന്നു എന്ന്. പുള്ളി ഇങ്ങനെ ഭിക്ഷ യാചിച്ച് വരുന്നൊരു വ്യക്തിയാണ്. ഭിക്ഷ യാചിച്ച് വരുന്ന ഈ വ്യക്തിയുടെ അടുത്തേക്ക് ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ പറയും, ആദ്യ കാലഘട്ടത്തിലൊക്കെ പറയുക, അമ്മ ഒരു പിച്ചക്കാരൻ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നീട് കുറച്ചും കൂടിയൊക്കെ മുതിർന്ന ആളായിപ്പോൾ മനസ്സിലാകുന്നു അത് പിച്ചക്കാരൻ എന്നുള്ള വാക്കല്ല, നേരെ മറിച്ച് ഒരു ധർമ്മക്കാരൻ എന്നുള്ള വാക്കാണ് അദ്ദേഹത്തിന് കുറേയും കൂടിയും ചേരുക. എന്താണ് ഈ പിച്ചക്കാരനും എന്താണ് ഈ ധർമ്മക്കാരൻ എന്നുള്ള വ്യത്യാസം? പിച്ചക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പിച്ചയെടുക്കാനായിട്ട് വരുന്ന നക്കാ പിച്ചയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരാളാണ്. ധർമ്മക്കാരൻ്റെ പ്രത്യേകത എന്താണ്? ധർമ്മക്കാരൻ്റെ പ്രത്യേകത ധർമ്മം ചോദിച്ചു വരുന്ന ആളാണ്, ധർമ്മം ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ആളാണ്. ഞാൻ ധർമ്മം ചെയ്യണമെന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന വ്യക്തിയാണ് ധർമ്മക്കാരൻ. അപ്പം അദ്ദേഹത്തോട് കാണിക്കേണ്ട ധർമ്മം ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, അദ്ദേഹത്തിൻ്റെ അല്ല. അപ്പം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ഒരു വ്യക്തിയോട് ചെയ്യേണ്ട, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കേണ്ടത് അവൻ്റെ വിശപ്പ് മാറ്റുക എന്നുള്ള പ്രശ്നത്തെക്കാൾ ഉപരിയായിട്ട് അത് എൻ്റെ ധർമ്മത്തിൻ്റെ, എൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിവുണ്ടാവുക വലിയ കാര്യമാണ്. നമുക്കറിയാം, ലോകത്ത് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന സകലമായ തിന്മകളെയും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, വിശക്കുന്നവൻ അവൻ്റെ വിശപ്പടക്കാനായിട്ട് ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളാണ്. രണ്ടാമത്തത്, വിശപ്പടക്കിയവൻ അവൻ വിശപ്പടക്കിയതിന് ശേഷം ചെയ്തു കൂട്ടുന്ന ആഭാസങ്ങളാണ്. അപ്പോൾ വിശപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകത്തിലുള്ള മനുഷ്യൻ്റെ എല്ലാ
തിന്മകളും നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടൊക്കെ പറയുന്നത് വിശപ്പാണ് ഏറ്റവും വലിയ സത്യം, വിശപ്പാണ് ഏറ്റവും വലിയ സത്യം. അത് കഴിഞ്ഞിട്ടാണ് മറ്റെന്തെങ്കിലും ഉള്ളത്. അപ്പോൾ നമ്മളൊരാളെ കുറിച്ച്, ഒരാളുടെ അടുത്ത് മതത്തെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ ആത്മീയതയെക്കുറിച്ചൊക്കെ പറയുന്നതിനേക്കാൾ മുൻപ് അദ്ദേഹത്തിന് വിശപ്പടക്കിയോ എന്നൊക്കെ പറയാനായിട്ട്, അദ്ദേഹം ഭക്ഷിച്ചോ പാനം ചെയ്തോ കൊടുത്തോ ഉടുത്തോ എന്നൊക്കെ അറിയാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്. അത് ഈശോയ്ക്ക് അതുണ്ടായിരുന്നു. ഈശോ എപ്പോഴൊക്കെ വചനം പ്രഘോഷിച്ചുവോ അപ്പോഴൊക്കെ ജനക്കൂട്ടം ഒരല്പം വിശപ്പിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈശോ അത് തിരിച്ചറിയുന്നു. ഈശോ ആ ഭക്ഷണം അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു, ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റൊരാളുടെ വിശപ്പടക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റൊരാളോട് കാരുണ്യം കാണിക്കുന്നവർക്കൊക്കെ ഒരു ഈശോ തമ്മിൽ വളരുന്നു എന്നതിന് ചില സൂചനകളാണ്. അല്ലെങ്കിൽ ഈശോയുടെ മുഖം കിട്ടുന്നു എന്നൊക്കെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക. കരുണയുടെ വർഷത്തിൽ മാർപ്പാപ്പ കരുണയുടെ മുഖം എന്നൊക്കെ പറയുന്ന ഒരു അപ്പസ്തോലിക ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അതായത് ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് ഈശോ. അതുകൊണ്ട് തന്നെ കരുണ ആരൊക്കെ കാണിക്കുന്നുവോ അവർക്കൊക്കെ ഈശോയുടെ മുഖം കിട്ടുന്നു എന്നൊക്കെയാണ് മാർപ്പാപ്പ പറയുക. നമുക്കൊക്കെ പരിചിതമായിട്ടുള്ളൊരു കഥയുണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഓറഞ്ചൊക്കെ വിൽക്കാനിരിക്കുന്ന ഒരു കച്ചവടക്കാരൻ, അദ്ദേഹം ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ ഓറഞ്ചൊക്കെ നിറച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ വന്നപ്പോഴേ എല്ലാവരും കൂടി ആരൊക്കെയോ അതിൻ്റെ ഉള്ളിലേക്ക് ട്രെയിനിലേക്ക് കയറാനായിട്ട് തിരക്ക് കൂടുന്നിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ ഓറഞ്ചിൻ്റെ ബാസ്ക്കറ്റ് തട്ടിപ്പോകുന്നു. അപ്പോൾ ഇദ്ദേഹം ഒരല്പം അന്ധനാണ്. ഈ അന്ധൻ ഇങ്ങനെ ഈ ഓറഞ്ചുകൾ ഓരോന്ന് തപ്പി എടുത്ത് വീണ്ടും ബാസ്ക്കറ്റിലേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരു കാൽ പെരുമാറ്റം കേൾക്കുന്നു. തനിക്ക് പകരം മറ്റാരോ വന്ന് തൻ്റെ ഓറഞ്ചുകൾ ഓരോന്നും എടുത്ത് ഈ ബാസ്ക്കറ്റിലേക്ക് വെച്ച് തരികയാണ്. അവസാനത്തെ ഓറഞ്ചും വെച്ച് കഴിയുമ്പോൾ ഈ വിച്ചക്കാരൻ അല്ലെങ്കിൽ ഈ വിൽപ്പനക്കാരൻ ആ വെച്ച ആളുടെ കൈമ കയറി പറഞ്ഞ് ചോദിക്കുകയാണ്, സാർ താങ്കളാണോ ക്രിസ്തു? സാർ താങ്കളാണോ ക്രിസ്തു? എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കുന്നവർക്കൊക്കെ ക്രിസ്തുവിൻ്റെ മുഖമാണ്, അല്ലെങ്കിൽ കരുണ കാണിക്കുന്നവരൊക്കെ ക്രിസ്തുവായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ ഒരു അവബോധത്തിലേക്ക് നമ്മൾ ഉണരുക എന്നുള്ളതും മറ്റുള്ളവരോട് കുറേയും കൂടിയൊക്കെ കാരുണ്യം നിറഞ്ഞ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. നമുക്കറിയാം, എപ്പോഴും ഈ കരുണ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് വാക്കുകൾ തമ്മിൽ ഒരു മിസ്റ്റേക്ക് വരാറുണ്ട്. അതിതാണ് സിമ്പതി ആൻഡ് എമ്പതി. നമ്മൾ പലപ്പോഴും നമ്മുടെ കാരുണ്യം എന്നൊക്കെ പറയുന്നത് ഈ സിമ്പതറ്റിക്കലാണ്, സിമ്പതിയാണ്, സഹതാപമാണ്. പക്ഷേ എമ്പതി എന്ന് പറയുന്ന ലെവലിലേക്ക്, കമ്പാഷൻ എന്ന് പറയുന്ന ലെവലിലേക്കൊക്കെ ഉണരാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സിമ്പതിയുടെ പ്രത്യേകത എന്താണ്? പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ധനികൻ പ്രാർത്ഥിക്കാനായിട്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ധനികൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച, തൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു പാതയോരത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ നിന്ന് വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഈ ഉണക്ക പുല്ല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധനികന് ഇത് കണ്ടപ്പോൾ സങ്കടമായി. അവൻ നോക്കിയപ്പോൾ താനിങ്ങനെ വലിയ മണിമാളികയിൽ രമിച്ച് ജീവിക്കുന്നു. തൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ നിന്നിട്ട് ഈ ഒരു ഉണക്കപ്പുല്ല് ഭക്ഷിക്കുന്നു. ധനികൻ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ അടുത്ത് ചെല്ലുന്നു, അവനെ എണീപ്പിക്കുന്നു, അവൻ്റെ പൊടികളൊക്കെ ദേഹത്ത് തട്ടിക്കളയുന്നു, അവനെ കെട്ടിപ്പിടിക്കുന്നു. അദ്ദേഹം പറയാണ്, കൂട്ടുകാരാ, ഞാനവിടെ എൻ്റെ വീട്ടിലിങ്ങനെ സുഖമായിട്ട് താമസിക്കുമ്പോൾ നീ ഈ മുറ്റത്ത് വഴിക്കവലയിൽ നിന്ന് ഉണക്കപ്പുല്ല് നിന്ന് ജീവിക്കേണ്ടവനല്ല. അങ്ങനെ ധനികൻ അവനെ കൂട്ടിക്കൊണ്ട് വരുന്നു, വീട്ടിൻ്റെ അകത്തേക്ക് കടക്കുന്നു. പടിപ്പുരയുടെ അകത്തേക്ക് കടന്ന് ഈ ഈ വാതിലിൽ കടന്നു കഴിഞ്ഞ ശേഷം ഈ ഗാർഡനിലേക്ക് എത്തുമ്പോൾ ഈ ധനികൻ പറയാണ്, നോക്ക് കൂട്ടുകാരാ, നീ എത്രയോ ദിവസങ്ങളായി, എത്രയോ നാളുകളായി ആ വെയിലത്തിരുന്ന് ഈ ഉണക്കപ്പുല്ല് നിന്ന് ഭക്ഷിക്കുന്നു. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരുപാട് പച്ചപ്പുല്ലുണ്ട്. നീ ഇനി കുറച്ച് നേരം ഈ പച്ചപ്പുല്ല് ഭക്ഷിക്കും. ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ കരുണ എന്ന് പറയുന്നത് ഈ ഉണക്കപ്പുല്ല് തിന്നുകൊണ്ടിരുന്ന മനുഷ്യനെ വെറും പച്ചപ്പുല്ല് തീറ്റിക്കുന്ന പ്രഹസനമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ അതൊരു സിമ്പതിയായിട്ട് മാറുന്നു എന്നൊരവസ്ഥയാണ്. സത്യത്തിൽ കരുണ എന്ന് പറയുന്നതിന് അതല്ല അർത്ഥമാക്കുന്നത്. കരുണ എന്ന് പറയുന്നത് ഒരു എമ്പതറ്റിക്കൽ വേയിലൂടെ കാര്യങ്ങളെ കാണാൻ പറ്റുക എന്നുള്ളതൊക്കെയാണ്. അതായത് മറ്റൊരാളുടെ കണ്ണിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട്. ഒരു ദരിദ്രൻ്റെ അടുത്ത് നമ്മളൊരു 10 രൂപ കൊടുക്കുന്നു, 10 രൂപ അവനൊരു ഭിക്ഷ പോലെ എറിഞ്ഞിട്ട് കൊടുക്കാം. അഥവാ ആ 10 രൂപ തന്നെ അവൻ്റെ അടുത്ത് ചെന്ന് തോളത്ത് തട്ടി 2 കുശലം ചോദിച്ചുകൊണ്ട് അവൻ്റെ കീശയിൽ വെച്ച് കൊടുക്കാം. കൊടുത്തത് 10 രൂപയാണെങ്കിൽ പോലും കൊടുക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് സിമ്പതിയാണ്, ഒരു 10 രൂപ എറിഞ്ഞിട്ട് കൊടുക്കുന്നു. രണ്ടാമത്തേത് എമ്പതിയാണ്. അതേ 10 രൂപ തന്നെ അവനെ മാനിച്ചുകൊണ്ട്, അവൻ്റെ ഡിഗ്നിറ്റിയെ മാനിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ കരുണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഒരു സിമ്പതിയായിട്ട് മാറുമ്പോൾ വാണിക്കുന്നവൻ്റെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ. നമുക്കറിയാം, ഒരാളെ സഹായിക്കാനായിട്ട് നമ്മൾ
ഒരു 400 പേരെങ്കിലുമൊക്കെ വിളിച്ചു കൂട്ടി ഒരു 4000 പേർക്കൊക്കെ പരസ്യം കൊടുത്ത് ഒരു പത്രത്തിൽ 4 കോളം വാർത്തയൊക്കെ ആക്കി ഫോട്ടോയൊക്കെ എടുത്ത് അത് സ്വീകരിക്കുന്നവൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ കാരുണ്യ പ്രവർത്തികൾ. അതുകൊണ്ടാണ് ഇതൊക്കെ ചിലപ്പോഴൊക്കെ ഒരു പ്രഹസനമായിട്ട് അധപതിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കാരുണ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കരുണ കാണിക്കുക എന്നുള്ളത്, കാരുണ്യ പ്രവർത്തികൾ ഏറ്റവും ആദ്യത്തെ തന്നെ വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിശപ്പടക്കുക അല്ലെങ്കിൽ കാരുണ്യം കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സിമ്പതറ്റിക്കൽ വേയിൽ നിന്നും ഒരു എമ്പതിയിലേക്ക് ഉണരാനായിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. അത് ഈശോയുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമുക്കതുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. കാരണം ഈശോ കണ്ടുമുട്ടിയവർക്കൊക്കെ ഒരു സിമ്പതിക്ക് ഉപരിയായിട്ട് ഒരു എമ്പതി കാണിക്കാനായിട്ട് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വിശപ്പിൻ്റെ കാര്യത്തിലാകട്ടെ, അതല്ലെങ്കിൽ ഒരു ആത്മീയമായിട്ടുള്ള ഒരു വിശപ്പിൻ്റെ കാര്യത്തിലാകട്ടെ, അവൻ കണ്ടുമുട്ടിയവർക്കൊക്കെ അവൻ വളരെ എമ്പത്തറ്റിക്കൽ വേ. നമുക്ക് ആലോചിച്ച് നോക്കാം, ഈശോയുടെ ജീവിതത്തിൽ ഒരു ജനക്കൂട്ടത്തിന് ഒരു വിശപ്പ് തോന്നിയപ്പോൾ അവൻ അപ്പം വർദ്ധിപ്പിച്ച് കൊടുക്കുന്നു. അതല്ലെങ്കിൽ ശിഷ്യന്മാർ വിശപ്പ് മൂലം ഗോതമ്പ് കതിര് പറിച്ച് തിന്നാനായിട്ട് തുടങ്ങിയപ്പോൾ അവൻ ആ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നു. അല്ലെങ്കിൽ മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിച്ച് കഴിയുമ്പോൾ ഈശോ ആദ്യം പറയുന്നത് ആ വ്യക്തിക്ക് ഭക്ഷണം കൊടുക്കുക എന്നൊക്കെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിശക്കുന്നവൻ്റെ മുമ്പിൽ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വളരെ ഔദാര്യപൂർവമായിട്ടുള്ള ഒരു നന്മയായിട്ട് ഈശോ കണ്ടിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും ആ ഒരു ക്യാരക്ടർ, ഒരു സിമ്പതറ്റിയിൽ നിന്ന് മാറി ഒരു എമ്പതറ്റിക്കലായിട്ടുള്ള ക്യാരക്ടർ, അത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലോ ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന കാര്യത്തിലോ എന്തുമാകട്ടെ, കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ കുറേയും കൂടിയും ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. പങ്കുവെച്ച ചിന്തകളെ ഒന്നിങ്ങനെ സംഗ്രഹിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു കരുണയുടെ ഒരു സംസ്കാരം നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുക. പ്രത്യേകിച്ച് ഒരു വിശപ്പിൻ്റെ നിലവിളി നമുക്ക് ചുറ്റും മുഴങ്ങിക്കേൾക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് 40% ജനങ്ങൾക്ക് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്നും അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി വകയില്ലാത്തവരാണ് എന്നൊക്കെ അറിയുമ്പോൾ നമ്മൾ മേശപ്പുറത്ത് കഴിക്കുന്ന ഭക്ഷണം എത്ര കുറ്റബോധത്തോടു കൂടിയായിരിക്കണം നമുക്ക് കഴിക്കേണ്ടി വരിക. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് ഈ പാത്രത്തിലെ കാരണന്മാർ ഭക്ഷണം തരുമ്പോൾ, കുഞ്ഞു കുട്ടിയായിരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പൂക്കളം ഇട്ട പോലെ ആയിരിക്കും, പാത്രത്തിന് ചുറ്റും ഇങ്ങനെ ചോറൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരിക്കും. പിന്നീട് അപ്പാപ്പനും ഒക്കെ വന്നിട്ട് തല്ലിക്കൊണ്ട് അതിൽ ഓരോ വറ്റും പറക്കി തിന്നാൻ പറയുകയാണ്. കാരണം എന്തെന്നാൽ ഒരു വറ്റ് കളഞ്ഞാൽ ഒരു നേരം പട്ടിണി കിടക്കേണ്ടി വരും എന്നുള്ളതാണ് അവരൊക്കെ നമ്മളെ പഠിപ്പിക്കുക. അതൊരു പരിധി വരെ, അല്ലെങ്കിൽ മറ്റൊരു പരിധി വരെ അത് ശരിയാണ്. കാരണം നമ്മളൊരു വറ്റ് കളയുമ്പോൾ ആ വറ്റിന് പോലും, ആ ഒരു വറ്റ് അന്നത്തിന് പോലും വകയില്ലാതെ ഒരു കൂട്ടം ആൾക്കാർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക, ആ ഒരു അവബോധത്തിലേക്ക് വളരുക എന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്, ഞാൻ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഭക്ഷണമാകട്ടെ വെള്ളമാകട്ടെ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ മറ്റൊരാൾക്ക് അത് കിട്ടാതെ ഇരിക്കുന്നു. ഞാനത് കുറച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് മറ്റൊരാൾക്കും കൂടി കിട്ടാനായിട്ട് സൗകര്യമൊരുക്കുന്നു എന്നുള്ള ഒരു ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നൊക്കെ പറയുന്ന ലോകമേ തറവാട് എന്ന് പറയുന്ന ഒരു ആത്മബോധത്തിലേക്ക് ഉണരാനായിട്ട് പറ്റുക. രണ്ടാമത്തത്, ഈ ഒരു കരുണ കാണിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഈശോയുടെ മുഖമുള്ളവരായിട്ട് മാറിത്തീരുന്നു എന്നുള്ളതാണ്. ആ ഈശോയുടെ മുഖമുള്ളവരായിട്ട് മാറിത്തീരാനായിട്ടുള്ള കാര്യം, എൻ്റെ കരുണ ഒരിക്കലും വെറും സിമ്പതി എന്ന് പറയുന്ന ഒരു ഗുണത്തിലേക്ക് മാറിപ്പോകരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തരത്തിലേക്ക് താണു പോകരുത്. കുറേയും കൂടിയും ഒരു എമ്പതറ്റിക്കായിട്ട് അപരൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണുവാനായിട്ട്, അതല്ലെങ്കിൽ ഈശോയുടെ കണ്ണിലൂടെ ലോകത്തെ കാണുവാനായിട്ട്, അപരനെ കാണുവാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈശോ അവൻ കണ്ടുമുട്ടിയ എല്ലാവരുടെ അടുത്തും ഈ ഒരു കരുണയുടെ സംസ്കാരം പങ്കുവെച്ചു കൊടുത്തവനായിരുന്നു. ഒരു കരുണയുടെ മാതൃക മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ പറയുന്ന കാര്യമാണ്, മറ്റുള്ളവരിൽ നിന്നും കരുണ സ്വീകരിച്ചവൻ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നും കാരുണ്യം സ്വീകരിച്ചവൻ, നിന്റെ കരുണ മറ്റുള്ളവരോട് പങ്കുവെക്കാനായിട്ടുള്ള വലിയ കടപ്പാട് നമുക്കുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും അവൻ്റെ ഭക്ഷണത്തിൽ നിന്നും, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയാകുന്ന അവൻ്റെ ഭക്ഷണപാനീയങ്ങൾ സ്വീകരിച്ചവരായി, ഭക്ഷിച്ചവരായി നമ്മൾ, കുടിച്ചവരായി നമ്മൾ, നമുക്കുള്ള ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ട്, അത് ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ പാനീയമാകട്ടെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ടും, അങ്ങനെ കൾച്ചർ ഓഫ് കമ്പാഷൻ, ഒരു കരുണയുടെ സംസ്കാരം ഇവിടെ വളർത്തിക്കൊണ്ട് വരിക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം എന്ന് പറയുന്നതും ഈ സംസ്കാരം തന്നെ ഒരു ദിവികാരുടെ സംസ്കാരം എന്നൊക്കെ പറയുന്നത് പോലെ കരുണയുടെ സംസ്കാരം വളർത്തിക്കൊണ്ട് വരുവാനായിട്ടുള്ള ഭാരിച്ച ഉത്തരവാദിത്തം എനിക്കും നിനക്കും ഉണ്ടെന്ന് ചിന്തിക്കുക. ആ ഒരു കൾച്ചറിലേക്ക് നടക്കുവാനായിട്ടും
ഒരു സംസ്കാരത്തിനെ തന്നെ കുറേ കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ വരുത്തുവാനായിട്ടും നമുക്ക് സാധിക്കണം. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കുറേയും കൂടിയൊക്കെ കരുണയുള്ളവരാവുക. ബി കമ്പാഷനേറ്റ്. താങ്ക് യു.